അവസാനം ഡി കെ ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ സ്ഥാനം ഇദ്ദേഹത്തിന് അർഹതപ്പെട്ടത് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അർഹതപ്പെട്ടതാണ്. ഒരു പക്ഷേ ഒറ്റയ്ക്കൊരു പാർട്ടി ഉണ്ടാക്കിയാലോ അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും പാർട്ടിയുമായിട്ട് ചേർന്നാൽ ഇദ്ദേഹം ഈ സ്ഥാനത്ത് വളരെ മുമ്പ് വന്നേനെ. പക്ഷേ അദ്ദേഹം കഴിവിനോടൊപ്പം തന്നെ വിധേയത്വം, അതും കുടുംബാധിപത്യത്തിലുള്ള വിധേയത്വം കൊണ്ട് നടക്കുന്നത് മൂലമാണ് അദ്ദേഹത്തിന് ഇത്രം കാത്തിരിക്കേണ്ടി വന്നത്. അദ്ദേഹം ഏകദേശം 64 വയസ്സായി. ഒരുപക്ഷെ ഇത്തിരി വൈകിയാണെങ്കിലും ഈ സ്ഥാനം കിട്ടിയതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം ഒരു പുലിക്കുട്ടിയാണ്. ഇന്ത്യക്ക് തന്നെ, ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയാവുന്ന രീതിയിൽ നമ്മളൊക്കെ ചൂണ്ടിക്കാണിക്കാവുന്ന, നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ഇന്ന് തെക്കൻ ഇന്ത്യയിൽ അഭിമാനിക്കാവുന്ന വ്യക്തിത്വങ്ങൾ കേരളത്തിലടക്കം 62 വയസ്സുകാരൻ വി ഡി സതീശൻ കോൺഗ്രസിൽ നിന്ന് വന്നിരിക്കുന്നു. TVK എന്നൊരു പാർട്ടി ഉണ്ടാക്കി ഏറ്റവും തുടക്കത്തിൽ തന്നെ വിജയ് അവിടെ വന്നിരിക്കുന്നു. പിന്നെ രേവന്ത് റെഡ്ഡി അവിടെ സൗത്ത് ഇന്ത്യയിൽ ശക്തമായ ഒരു കട, ഇന്ത്യൻ ആ ഒരു ഇതിൻ്റെ ഒരു റൂട്ട് വളരെ ശക്തമായിട്ട് ഉണ്ടാക്കുന്ന ജനാധിപത്യത്തിൻ്റെ ശക്തി. കാരണം നമുക്കറിയാം വടക്കേ ഇന്ത്യൻ ലോബിയുടെ ശക്തമായ കളികൾ എപ്പോഴും നടക്കുന്ന ഒരു ഇതാണ്. അവരാണ് അധികാരം കൈയാളുന്ന ഇതും അവരുടെ താല്പര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ഭരണശിരാ കേന്ദ്രം തെക്കൻ ഇന്ത്യയിൽ, തെന്നിന്ത്യയിൽ രൂപപ്പെടുന്നു. ഇനി വീണ്ടും ശിവകുമാറിലേക്ക് വരുമേ, 2017 കാലഘട്ടത്തിൽ ഗുജറാത്തിൽ 51 MLA-മാരുടെ സപ്പോർട്ടോടുകൂടി അതിൽ 45 ആളുടെ സപ്പോർട്ട് ആവശ്യമുള്ളൂ. അഹമ്മദ് പട്ടേലും ഗാന്ധി കുടുംബമായിട്ടുള്ള ബന്ധം വളരെ ദുരൂഹമായിട്ടുള്ളൊരു ബന്ധമാണ് ഗാന്ധി കുടുംബമായിട്ട് അഹമ്മദ് പട്ടേലിനുള്ളത്. സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്നാണ് അറിഞ്ഞപ്പെട്ടിരുന്നത് അദ്ദേഹം കൈയാളിയിരുന്നത്. കുടുംബാധിപത്യവും വിധേയത്വമാണ് അവിടെ കണക്കിലെടുക്കുക, അതല്ലാതെ കഴിവോ ജനപിന്തുണയൊന്നും അവിടെ വിഷയമല്ല. നമ്മുടെ കേരളത്തിലും ഇപ്പോൾ അതുപോലെ ഒരു സംഭവം നടന്നത്, വി ഡി സതീശനെ തട്ടിമാറ്റി വിധേയത്വമുള്ള KC വേണുഗോപാലിനെ ആക്കാൻ ശ്രമിച്ചു, നടന്നില്ല. കാരണം പണി കിട്ടുമെന്ന് മുസ്ലിം ലീഗ് തന്നെ പണി കൊടുത്തു. അതുപോലെ DK ശിവകുമാർ അന്ന് ഗുജറാത്തിൽ അഹമ്മദ് പട്ടേലിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി 42ഓളം MLA-മാരെ ഇവിടെ കൊണ്ടുവന്ന് ബാംഗ്ലൂർ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ശിവകുമാർ. അതൊക്കെ ഗാന്ധിക്ക് വിശ്വസിക്കാവുന്ന ഒരു ഇതാണ്. ഒരു നേതാവായിട്ട് നിന്നു വിധേയത്തോടു കൂടി. ഒപ്പം 2018 104 സീറ്റ് നേടിയ BJP ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത്. കോൺഗ്രസ് 50 സീറ്റേ നേടിയുള്ളൂ. അവിടെ 37 സീറ്റുള്ള കുമാരസ്വാമി, മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ മകൻ കുമാരസ്വാമിയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. 37 സീറ്റുള്ളവനെ 104ഉം 80ഉം ഉള്ളവർ മാറി നിന്നിട്ട് ആ ചരട് മുഴുവനും വലിച്ചത് DK ശിവകുമാറാണ്. പിന്നീട് 2023 ഭരണം കയറിയപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാതെ സിദ്ധരാമയ്യ കയറിയിരുന്നു. അല്ലെങ്കിൽ സിദ്ധരാമയ്യ പാർട്ടിനെ പിളർത്തി കൊണ്ടുപോകും, BJPയുടെ സപ്പോർട്ടോടുകൂടി കയറും, അതൊക്കെ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ DK ശിവകുമാർ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇതിലും കൂടുതൽ അർഹിക്കുന്നതാണ്. ഇന്ത്യൻ പ്രതിപക്ഷമായിട്ട്, അതായത് ഇപ്പം ആ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ കഴിവുള്ള പലരും കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. കാരണം ഏതൊരു രാജ്യത്തിനും പ്രതിപക്ഷം ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് ഇത് പ്രതിപക്ഷത്തിനെ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു ഗാന്ധി കുടുംബം. കുടുംബാധിപത്യം നമുക്ക് എങ്ങും പറഞ്ഞിട്ടുള്ളത്, ഒരുത്തിൻ്റെയും കുടുംബത്തിൽ നിന്ന് വന്നാൽ ഞാൻ എന്നെ കുടുംബത്തിൽ നിന്നാണെന്നും പറഞ്ഞിട്ട് ഭരിക്കുന്നത് മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് ഇതല്ല. തട്ടിക്കളഞ്ഞേക്കണം. ഞാൻ പറഞ്ഞത് ഇവരൊക്കെ സംഘടിച്ച് സതീശനോ ശശി തരൂരോ DK ശിവകുമാറോ അങ്ങനെ കഴിവുള്ള കോൺഗ്രസ്, രേവന്ത് റെഡ്ഡി ഇങ്ങനെയുള്ള കോൺഗ്രസ്സുകാരൊക്കെ കൂടി വന്നിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കണം. അതാണ് വേണ്ടത്. ഇതുപോലെയുള്ള കുടുംബാധിപത്യവും വിധേയത്വം കൊണ്ട് നടക്കുന്ന KCയെ പോലെയും രാഹുലിനെ പോലെയുള്ള ആൾക്കാർക്കുള്ള മറുപടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ്. ആ വിധേയത്തിൻ്റെ പേരിലാണ് ഇന്ന് DK ശിവകുമാർ 64, അദ്ദേഹം ചെറുപ്പമാണ്. രാഷ്ട്രീയത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ 64 എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് എല്ലാ വക ഭാവുകങ്ങളും നേരുന്നു. പക്ഷേ ഈ വിധേയത്തിൻ്റെ പേരിൽ അമർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. നമുക്ക് അന്ന് ഓർക്കേണ്ടത്, അഹമ്മദ് പട്ടേൽ തോൽക്കുമെന്ന സ്ഥിതി ഗുജറാത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു, ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് വരുന്ന കാലഘട്ടമാണ് അമിത്ഷാ. അന്ന് പറഞ്ഞു, ഒരു കാരണവശാലും ഞാനിരിക്കുന്ന രാജ്യസഭയിൽ അഹമ്മദ് പട്ടേൽ കയറിയിരിക്കില്ല എന്ന് പറഞ്ഞു. അതിന് പ്രതിപക്ഷത്തിന്, ഗാന്ധി കുടുംബത്തിന്, കോൺഗ്രസിന് ശക്തി നൽകിയിട്ട്, ICCക്ക് ശക്തി നൽകിയിട്ട് 42 MLA-മാരെ കൊണ്ടുവന്ന് ബാംഗ്ലൂർ ഒളിപ്പിച്ച് വെച്ചിട്ട് ആ അഹമ്മദ് പട്ടേലിനെ ജയിപ്പിച്ച് രാജ്യസഭയിൽ എത്തിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് DK ശിവകുമാറാണ്. അതിനുശേഷം
2018 ഭരണം അതായത് ഭരണം കോൺഗ്രസിൻ്റെ അണ്ടറിൽ വരുന്നതിന് വേണ്ടി കുമാരസ്വാമിനെ കൊണ്ടുവന്ന് ജനതാദളോ അങ്ങനെയുള്ള പാർട്ടിയിലെ കുമാരസ്വാമിനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയിട്ട് കോൺഗ്രസിൻ്റെ കയ്യിൽ ഭരണം കർണാടകയിൽ നിർത്തിച്ച വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ 50 ദിവസം തീഹാർ ജയിലിൽ കൊണ്ടുവിട്ടു. ഇ ഡി അതൊക്കെ ആയിട്ട് ഇ ഡി അതിനു വേണ്ടി ഉപയോഗിച്ചത് അദ്ദേഹത്തിന് ഒതുക്കാനായിട്ട് വടക്കേ ഇന്ത്യൻ ലോബി കണ്ടമാനം ശ്രമിച്ചതാണ്. പക്ഷേ അവസാനം അദ്ദേഹം വിജയശ്രീ ലാളിതനായിട്ട് അവസാനം 2023 പോലും അദ്ദേഹത്തിന് അധികാരം കയ്യിൽ കിട്ടാത്ത ദിവസത്തിൽ കോടിക്കണക്കിന് രൂപയാണ് BJP ഓഫർ ചെയ്തത്, BJPയുടെ സപ്പോർട്ടും അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹം ആ വിദ്വേയത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നിന്നു. അത് ആ പാർട്ടി പോട്ടെ, ആ കുടുംബത്തിൻ്റെ ഇതല്ല, അത് വിധേയത്വം വെച്ച് നടന്ന് നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരിക്കലും നേടാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ജനാധിപത്യമാണ് ഒരുത്തിന് ഇത്തരത്തിലുള്ള കഴിവുകൾ. ആ ഒരു ഒറ്റ വ്യക്തി രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ പേരിൽ ഇന്ത്യൻ ജനാധിപത്യം നശിച്ചു പോകുന്നു എന്ന് ശക്തമായിട്ട് ഞാൻ എന്നും പറഞ്ഞിരിക്കും. മാറി നിന്ന് കൊടുക്കും. 5 പ്രാവശ്യമായിട്ട് ലോക്സഭ ഇലക്ഷൻ നേരിട്ടില്ലേ, നശിപ്പിച്ച പാർട്ടി പ്രതിപക്ഷത്തിന് ഇല്ലാണ്ടാക്കി. കുടുംബത്തിന് ഒരു വാല്യൂവില്ല. ഞാൻ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്ന ആളായിരിക്കാം, പക്ഷെ ശക്തമായിട്ട് പറഞ്ഞിരിക്കും. ആ ചെക്കൻ എന്ന് തന്നെ പറയട്ടെ, ആ ചെക്കൻ മാറി നിൽക്ക്. നാളെ ജയിക്കായിരിക്കും. നാളെ ജയിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും മറ്റേ മുന്നണി ഉണ്ടാക്കി കഴിഞ്ഞാൽ മുന്നണിയിലെ പാർട്ടി ആക്കാൻ ശ്രമിച്ചില്ല. മുമ്പ് അദ്ദേഹത്തിൻ്റെ മാതാവ് 2004-06 കാലഘട്ടത്തിൽ ആവാൻ നോക്കിയപ്പോൾ ശരത് പവാർ, അൻവർ, TS ആങ്മ പാലം വലിച്ച് NCP ഉണ്ടാക്കി സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാൻ സമ്മതിച്ചില്ല. അതുപോലെ തന്നെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ വിധി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തെളിയിക്കാൻ പറ്റുന്നില്ല. എത്ര കാലം ഇന്ത്യൻ ജനത കാത്തുക്കും ഒരു പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട്? ഒരുത്തൻ ഉണർന്നു വരാൻ വേണ്ടിയിട്ട് എത്ര നാൾ കാത്തു നിൽക്കണം? എളുപ്പമല്ല ഒരു പാർട്ടി ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട്. ആ ഒരു പാരമ്പര്യം തട്ടിയെടുത്ത് അവിടെ ഇരുന്ന് നശിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി. നാളെ ഒരു പക്ഷേ പ്രധാനമന്ത്രി ആയിക്കൂടായിക്കൊന്നില്ല. അത് കാലം മറഞ്ഞു വന്ന് ഈ ഭരണത്തിനെതിരെ ഒരു ഇത് വന്നാൽ അത് 2029 അടുത്തത് വരുന്നത്. ഇനി എത്ര കാലം കാത്തിരിക്കണം? ഒരു പക്ഷേ മോഡി എന്നും ആഗ്രഹിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവായിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ പ്രതിപക്ഷം എന്ന രീതിയിൽ അവിടെ ഭിന്നമായിട്ട് രാഹുൽ ഗാന്ധി ഇരിക്കട്ടെ എന്നാണ് ഇന്ന് വടക്കേന്ത്യൻ ലോബിയും BJPയും മോദിക്ക് ശേഷം വരാനിരിക്കുന്നവരും ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധി അവിടെ ഇരിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷം ഇല്ലാത്തൊരു രാജ്യമല്ല ആയിക്കൂടാ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം. ഓക്കെ, താങ്ക് യു.